നമ്മൾ വിശദമായി വാർത്തകളിലേക്ക് പോവുകയാണ്. ലാത്തി ചാർജിനിടെ ഷാഫി പറമ്പിലിന് അടിയേറ്റിട്ടില്ലെന്ന പോലീസ് വാദം തെറ്റ്. ഷാഫിക്ക് അടിയേൽക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഇന്നലെ വൈകുന്നേരമുണ്ടായ സംഘർഷത്തിലാണ് പോലീസ് ലാത്തി ചാർജിലാണ് ഷാഫിക്ക് അടിയേറ്റത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഷാഫി അടിച്ചിട്ടില്ല എന്ന പോലീസ് വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. ലാത്തി ചാർജിലാണ് ഷാഫിക്ക് പരിക്കേറ്റത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ. ലാത്തിച്ചാർജിൽ ഷാഫി പറമ്പിലിന് പരിക്കേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിൽ നിന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംഘർഷമുണ്ടായ പേരാമ്പ്രയിൽ UDF-ന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 3 മണിക്ക് പ്രതിഷേധ സംഗമം നടക്കും. മൂക്കിന് പരിക്കേറ്റ ഷാഫി ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘർഷത്തിൽ ഷാഫിക്കെതിരെയും കണ്ടാലറിയാവുന്ന 600-ലധികം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. LDF പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. വലിയ സംഘർഷമാണ് ഇന്നലെ ഉണ്ടായത്. തുടർന്ന് പോലീസ് ലാത്തി ചാർജിലാണ് ഈ പരിക്കേറ്റത് എന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സംഘർഷത്തിന്റെ തുടർ ചലനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് രാവിലെയും ആശുപത്രിയിലും നടന്ന വാക്പോര്. അശ്വതി, തീർച്ചയായും വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതിൻ്റെ ഒരു തുടർച്ചയായി ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറി. ഏറ്റവും ഒടുവിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുലർച്ചെ KSU SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ ആളുകൾ, ഇരു വിഭാഗത്തിലുംപ്പെട്ട ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ വെച്ചാണ് ഇരു കൂട്ടരും തമ്മിൽ വീണ്ടും കയ്യേറ്റവും സംഘർഷവും ഉണ്ടാവുകയും ചെയ്തത്. ഇതേ തുടർന്ന് പ്രവർത്തകരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് പുലർച്ചെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് മാറ്റുകയും ചെയ്തു. ഇന്നലെയും വലിയ പ്രതിഷേധമാണ് കോഴിക്കോട് നഗരത്തിൽ ഈ ഷാഫിക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഉണ്ടായത്. എന്തായാലും പോലീസിന്റെ വാദം പൂർണ്ണമായും തങ്ങൾ ഒരു ലാത്തി പ്രയോഗം നടത്തിയിട്ടില്ല, MP ആണ് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് നേരെ ലാത്തി പ്രയോഗം ഉണ്ടായിട്ടില്ല എന്ന, അല്ലെങ്കിൽ ലാത്തി ചാർജ് ചെയ്തിട്ടില്ല എന്നൊരു വിശദീകരണമാണ് ഉണ്ടായത്. ഗ്രനേഡ് പ്രയോഗിക്കുക, ടിയർ ഗ്യാസ് പ്രയോഗിക്കുക എന്നീ കാര്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അക്കാര്യങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്നതിനുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ FIR-ലടക്കം പോലീസ് രേഖപ്പെടുത്തിയിരുന്നതും ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനായി പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്നതിനിടയിൽ ഈ DYSPയുടെ കയ്യിലിരുന്ന ഗ്രനേഡിൽ നിന്നും പിന്ന് ലൂസായി താഴെ വീഴുകയും അതിൽ നിന്ന് ഷാഫി പറമ്പിൽ MPക്കും ഈ DYSP ഹരിപ്രസാദ് അടക്കമുള്ള ആളുകൾക്കും പരിക്ക് പറ്റി എന്നതായിരുന്നു പോലീസിന്റെ FIR-ൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ആ FIR പൂർണ്ണമായും തള്ളിക്കളയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഗ്രനേഡ് പ്രയോഗത്തിനൊക്കെ ശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം ഈ കെയിൻ ഉപയോഗിച്ച് പോലീസുകാർ ഇവരെ ബലപ്രയോഗിച്ച് മാറ്റുന്നു. അതിനിടയിൽ ഒരു പോലീസുകാരന്റെ അടി 2 വട്ടം ഷാഫി പറമ്പിലിന്റെ തലയിൽ കൊള്ളുന്നതായും ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. എന്തായാലും ഈ അടിയിലാണോ ഷാഫിയുടെ മൂക്കിന് പരിക്ക് പറ്റിയത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഗ്രനേഡ് പ്രയോഗത്തിലായിരിക്കാം പരിക്ക് പറ്റിയത്. തലയിലും ശരീരത്തുമൊക്കെ അടികൊണ്ടതായി ഇന്നലെ നേതാക്കൾ പറഞ്ഞിരുന്നു. ഷാഫി പറമ്പിലിനെ ക്രൂരമായി തന്നെ ആക്രമിക്കുകയായിരുന്നു. MP ആണ് എന്ന് തിരിച്ചറിഞ്ഞാണ്, അതായത് ഈ
പേരാമ്പ്രയൊക്കെ ഉൾപ്പെടുന്ന റൂറൽ പോലീസ് ജില്ല ഉള്ള മണ്ഡലത്തിൽ വടകര മണ്ഡലത്തിൽ MP-യാണ്. അതുകൊണ്ട് ഈ MP-യെ ഈ പോലീസുകാർക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നത് വിശ്വസിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ ഷാഫി പറമ്പിൽ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം നടന്നതെന്നാണ് എന്തായാലും ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങൾക്കുമെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിലും കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, അഭിജിത്ത് എന്നിവരടക്കം 602 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസിനെ അതിക്രമിച്ചു, അന്യായമായി സംഘം ചേർന്ന് നടക്കുമുള്ള നിരവധി വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം 492 പേർക്കെതിരെ LDF പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നു. ന്യായവിരോധമായി സംഘം ചേർന്നു, വഴി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പോലീസിനെ ആക്രമിച്ചു എന്നടക്കമുള്ള വകുപ്പുകൾ LDF പ്രവർത്തകർക്കില്ല. പോലീസും LDF പ്രവർത്തകരും തമ്മിൽ പരസ്പരം ഒരു ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. UDF പ്രവർത്തകരും LDF പ്രവർത്തകരും രണ്ടു വശത്തായി സംഘടിച്ചപ്പോൾ പോലീസിന്റെ നിർദ്ദേശം മാനിച്ച് LDF പ്രവർത്തകർ പിരിഞ്ഞുപോയി. എന്നാൽ LDF പ്രവർത്തകർ നിൽക്കുന്ന ഇടത്തേക്ക് പോകണമെന്ന ആവശ്യമാണ് UDF പ്രവർത്തകർ പറഞ്ഞത്. അത് തടഞ്ഞതിനെ തുടർന്നുണ്ടായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുണ്ടായ സംഭവങ്ങളാണ് ഇന്നലത്തെ ഈ സംഭവവാസങ്ങളിൽ കലാശിച്ചതെന്നും പറയുന്നു. എന്തായാലും ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഇന്നലെ പ്രവേശിപ്പിച്ച ഷാഫിക്ക് മൂക്കിന് പൊട്ടലുണ്ടെന്ന് ഇന്നലെ തന്നെ സ്കാനിങ്ങിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തെ വിധേയമാക്കുകയും പിന്നീട് മുറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിരവധി നേതാക്കളാണ് അദ്ദേഹത്തെ കാണുന്നതിനായി രാവിലെ മുതൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വലിയ പ്രതിഷേധ വേലിയേറ്റം തന്നെ ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റുമായി സംഭവിച്ച് നടത്തുന്നതിനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്, UDF ആലോചിക്കുന്നത്. അല്പസമയത്തിനകം കോഴിക്കോട് നടക്കാവിലുള്ള IG ഓഫീസിൽ ഒരു പ്രതിഷേധ സംഗമം നടത്തുന്നുണ്ട്. ഒരുപാട് പ്രവർത്തകർ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് DCC അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പ്രതിഷേധ മഹാസംഗമം എന്ന രീതിയിൽ പേരാമ്പ്രയിൽ ഈ സംഭവം നടന്ന ഇടത്തും ഒരു വലിയ യോഗം കോൺഗ്രസ് വിളിച്ചു ചേർത്തിരിക്കുന്നു, UDF വിളിച്ചു ചേർത്തിരിക്കുന്നു. KC വേണുഗോപാൽ MP അടക്കമുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ DCC പ്രഖ്യാപിച്ചത് ഇന്ന് ഒരു ക്യാമ്പായിരുന്നു, ജില്ലാതലത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കായുള്ള ഒരു ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ KC വേണുഗോപാൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഈ ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. KC വേണുഗോപാൽ MP അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഈ ഇദ്ദേഹത്തെ കാണുകയും ഒപ്പം പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. വലിയ പ്രതിഷേധമാണ് ജില്ലയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഒരിക്കൽ കൂടി ഇന്നലത്തെ സംഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഇരു വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോലീസ് എത്തുകയാണ്. അവിടെ പോലീസ് ലാത്തിചാർജിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പ് അവിടെ സംഭവിച്ചത് എന്താണ്? ആരുടെ ഭാഗത്തു നിന്നാണ് പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത്? ആരാണ് ആദ്യം ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അശ്വതി, പേരാമ്പ്രയിലെ കോളേജിലെ യൂണിയൻ ചെയർമാൻ സ്ഥാനം വർഷങ്ങൾക്ക് ശേഷം KSU നേടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോളേജിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തെ തുടർന്ന് KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് ഇന്നലെ UDF പേരാമ്പ്ര നഗരത്തിൽ ഒരു പ്രാദേശിക ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഈ ഹർത്താലിനിടെയാണ് ഹർത്താൽ അനുകൂലികൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പ്രമോദ് എന്ന CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗത്തെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കയ്യേറ്റം ചെയ്തു എന്നാണ് LDF പ്രവർത്തകർ പറയുകയും ചെയ്യുന്നത്. ഈ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് വൈകുന്നേരം LDF പ്രവർത്തകർ പേരാമ്പ്ര പട്ടണത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നു. അവർ പ്രതിഷേധ പ്രകടനം നടത്തി പട്ടണത്തിന്റെ ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് UDF പ്രവർത്തകരും പ്രകടനമായി വരുന്നു. പോലീസ് ഈ രണ്ട് പ്രവർത്തകർക്കുമിടയിൽ ഒരു മതിൽ പോലെ നിൽക്കുന്ന കാഴ്ച. ഇരുവരും തമ്മിൽ ഏതാണ്ട് 100-200 മീറ്റർ വ്യത്യാസത്തിലാണ് അവർ നിലയുറപ്പിച്ചിരുന്നത്. മറുവശത്തേക്ക് പോകാൻ പാടില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകരെ അല്ലെങ്കിൽ UDF പ്രവർത്തകരെ പോലീസ് വിലക്കുന്ന സാഹചര്യം. മറുവശത്തേക്ക് പോയാൽ ഇരു പക്ഷവും ഒരേ സ്ഥലത്ത് വന്നാൽ ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മറുവശത്തേക്ക് പോകാൻ പാടില്ല എന്ന നിലപാട് ഒപ്പം ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശവും നൽകുന്നു. LDF പ്രവർത്തകർ ആ സമയം തന്നെ പിരിഞ്ഞുപോയി എന്ന് പോലീസ് പറയുന്നു. പക്ഷേ മറുവശത്തുള്ള പ്രതിഷേധ ധർണ അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഷാഫി പറമ്പിൽ MP ആണ്. അദ്ദേഹം വന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന കൃത്യമായ നിലപാടിലേക്ക് നീങ്ങുന്നു. ഇതിനുശേഷം ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ പലവട്ടം ഉന്തുതള്ളുമൊക്കെ ഉണ്ടാകുന്നു. ഈ വിവരം അറിഞ്ഞാണ് ഷാഫി പറമ്പിൽ MP-യും DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറും അടക്കമുള്ള ആളുകൾ അവിടേക്ക് വരുന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും ഒരു പ്രകോപനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. നമുക്ക് ദൃശ്യങ്ങളൊക്കെ ഈ സംഭവത്തിന്റെ തുടക്കമിട്ട ദൃശ്യങ്ങൾ നേരത്തെ ലഭ്യമായിരുന്നു. ഒരു കോൺഗ്രസ് പ്രവർത്തകനായ ഒരാൾ ഈ പോലീസിന് നേരെ നിരന്തരം അസഭ്യവർഷം
ചൊരിയുന്ന ദൃശ്യങ്ങൾ, നായിന്റെ മക്കളെ എന്ന് വിളിച്ച് ആക്രോശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ കുറച്ചധികം നേരം ഈ പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം രണ്ട് വശത്തായി നിന്ന് വാഗ്വാദങ്ങൾ ഉണ്ടാവുന്നു. ഇതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗ്രനേഡ് പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രകോപനം ആരംഭിക്കുന്നത്. അങ്ങനെ അവിടെയാണ് ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. പിന്നീട് ഷാഫി പറമ്പിൽ MP ഒക്കെ സ്ഥലത്തെത്തുമ്പോഴേക്കും വീണ്ടും ഈ പ്രകോപനം മറ്റൊരു വശത്തിലേക്ക് നീങ്ങുകയായിരുന്നു. 5ഓ 6ഓ വട്ടം പോലീസ് അവിടെ ഗ്രനേഡ് പ്രയോഗിച്ചു, ടിയർ ഗ്യാസ് പ്രയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീടാണ് ഈ പ്രവർത്തകർക്കും പോലീസിനും ഇടയിൽ ഒരു മതിൽ പോലെ ഷാഫി പറമ്പിൽ MP അടക്കം നിൽക്കുന്നു. ഈ സമയത്തും ഒരു വശത്തുനിന്ന് പ്രവർത്തകർ തള്ളുന്നു, മറുവശത്തുനിന്ന് പോലീസ് തള്ളുന്നു. പെട്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലാത്തി പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ നീക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ MP തന്നെയാണ്. ഷാഫി പറമ്പിൽ MPയെ പോലീസുകാർക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം റൂറൽ പോലീസ് മേഖല അടക്കം പ്രതിനിധീകരിക്കുന്ന വടകര മണ്ഡലത്തിലെ MP-യാണ് അദ്ദേഹം. ഒരു ജനപ്രതിനിധി നിൽക്കുമ്പോൾ പോലീസ് പാലിക്കേണ്ട ചില സംയമനങ്ങളുണ്ട്. MP-മാർ MLA-മാരൊക്കെ ഈ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾക്കും പ്രക്ഷോഭ പരിപാടികൾക്കുമൊക്കെ എത്താറുണ്ട്. പക്ഷേ അവരെ ഇവർ സംയമനം പാലിച്ച് നീക്കുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് പോലീസും പലപ്പോഴും ഒരു സംഭാഷണം നടത്തുന്ന നേതാക്കളുമായാണ്. കാരണം അണികൾ അങ്ങേയറ്റം പ്രകോപനപരമായി നിൽക്കുന്ന സമയമായിട്ട് പോലീസ് പറഞ്ഞാൽ പ്രവർത്തകർ കേൾക്കില്ല, അവരുടെ നേതാക്കൾ പറഞ്ഞാൽ മാത്രമാണ് ഈ പ്രവർത്തകർ പിന്നോട്ട് നീങ്ങുക. എന്തായാലും അത്തരത്തിലൊരു ഇടപെടലിനായാണ് ഷാഫി പറമ്പിൽ അതിനിടയിൽ ഒരു മതിൽ പോലെ പ്രവർത്തകർക്കും പോലീസിനുമിടയിൽ എത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അപ്പോഴേക്കും പ്രവർത്തകരെ പറഞ്ഞ് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് അടികിട്ടുന്ന ഒരു സാഹചര്യം ആകുകയായിരുന്നു. എന്തായാലും ഷാഫി പറമ്പിലിന് അടികിട്ടി തലയ്ക്ക് ചോര വാർന്നു വന്നു തുടങ്ങിയതോടുകൂടി പ്രതിഷേധക്കാർ അല്ലെങ്കിൽ ഈ അണികൾ കൂടുതൽ പ്രകോപിതരാവുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അവിടെ കാണാൻ കഴിഞ്ഞത്. 10 പോലീസുകാർക്കാണ്, പേരാമ്പ്ര DYSP അടക്കം 10 പോലീസുകാർക്കാണ് ഈ അക്രമത്തിൽ പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ പ്രവേശിച്ച് ചികിത്സ തേടിയത്. എന്തായാലും ഈ സംഘർഷം കുറച്ച് നേരം നീണ്ടു. അതിനുശേഷം വീണ്ടും പേരാമ്പ്ര പട്ടണം ഉപരോധിച്ചുകൊണ്ട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിലൊക്കെ വീണ്ടും പ്രതിഷേധം നടന്നു. പിന്നീട് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് സംഘർഷസ്ഥിതി അയവ് വന്നത്. പിന്നീട് ഷാഫി പറമ്പിലിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. നേതാക്കളൊക്കെ പലരും ഈ ദിവസം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടേക്ക് വരുന്നു. അദ്ദേഹം ഷാഫി പറമ്പിലിനെ കണ്ടിട്ട് വരികയാണ്. ഷാഫിയുടെ ആരോഗ്യനില, അദ്ദേഹം നേരിട്ട അക്രമങ്ങൾ ഇവയെപ്പറ്റിയൊക്കെ അദ്ദേഹം പറയും. സാർ, അങ്ങേയറ്റം പ്രകോപനപരമായിരുന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഷാഫി പറമ്പിലിനായിട്ടുള്ള ആക്രമണത്തെ നമുക്ക് നിസ്സാരമായി കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിനായിട്ടുള്ള ആദ്യത്തെ അക്രമമല്ല ഇത്. 2ഓ 3ഓ അക്രമം തുടരെ അദ്ദേഹത്തിനായിട്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ തന്നെ ഇതുപോലെ അദ്ദേഹത്തെ ആക്രമിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം വടകരയിലും സംഭവിച്ചു ഈ കാര്യങ്ങൾ. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവജന നേതാവ്, ജനസമ്മതിയുടെ നേതാവ്, അദ്ദേഹത്തെ പരിപൂർണമായിട്ടും ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് CPM ഇത്തരത്തിൽ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതിനെ ശക്തിയായ ഭാഷയിൽ തന്നെ ഞങ്ങൾ അപലപിക്കുകയാണ്. അതിശക്തമായ പ്രക്ഷോഭം ഇതിനിടയിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ അശേഷം സംശയമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ തന്നെ വളരെ ബോധപൂർവമായിട്ടാണ് ഇന്നലെ അക്രമം നടത്തിയിരിക്കുന്നത്. ഒറ്റപ്പെട്ടതായിട്ട് കാണാൻ സാധ്യമല്ല എന്ന് പറയാനുള്ള കാരണം, അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിന്റെ ആജ്ഞാനുവർത്തികളെ പോലെ പ്രവർത്തിക്കുന്ന പോലീസിനെയാണ് ഇന്നലെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. എത്രയേറെ നാണം കെട്ട രൂപത്തിലാണ് പോലീസ് തല പെരുമാറിയത്. ഇതൊക്കെ തന്നെ ഈ നാട്ടിലെ ആളുകൾ ചിന്തിക്കണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതോടൊപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകന് 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതും ഈ വിദേശ നാണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസിൽ സമൻസ് കൊടുത്തിട്ട് പോലും മുഖ്യമന്ത്രിയുടെ മകൻ ഹാജരായിട്ടില്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വാദവിവാദങ്ങളിൽപ്പെട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ നിൽക്കുന്നത്. അതുകൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ എന്നെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. ഇതൊരിക്കലും അംഗീകരിക്കില്ല. ജനങ്ങളുടെ ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ എല്ലാ സ്ഥലത്തും പ്രക്ഷോഭം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ പ്രക്ഷോഭത്തെയും ശക്തമായിട്ട് നേരിടാമെന്നാണ് നിർദ്ദേശം കൊടുത്തതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ആധികാരികമായിട്ടുള്ള വിവരം. അടിച്ചമർത്തണമെന്നാണ് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന നിർദ്ദേശമെന്നാണ് പറയുന്നത്. ഇതൊന്നും അംഗീകരിക്കില്ല.
വെറും കൈയാലെ ഇത് നോക്കി നിൽക്കുമെന്ന് മുഖ്യമന്ത്രി കരുതരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഷാഫിയെ മർദ്ദിച്ചോ ഇല്ലോ എന്നുള്ള കാര്യം നിങ്ങളുടെ ചാനൽസാണ് കാണിച്ചിരിക്കുന്നത്. ഷാഫിയെ തെരഞ്ഞുപിടിച്ച് ഷാഫിയെ തന്നെ അടിക്കുന്ന കാര്യം 2 മിനിറ്റ് മുമ്പാണ് എല്ലാ TV ഇപ്പോൾ പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത്. നിസ്സാരമായിട്ട് കാണരുത്. അതിന് നിങ്ങൾക്ക് ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കാണാൻ സാധിക്കുമോ? ഷാഫിയെ തന്നെ തെരഞ്ഞുപിടിച്ചുകൊണ്ടാണ് പോലീസ് ലാത്തിയടിക്കുന്നത്. പിന്നെ അവിടെ നോക്കൂ, കണ്ണീർ വാതക പ്രയോഗം അത് നടത്തേണ്ട ഒരു സാഹചര്യം അവിടെ എന്താ? അത്രയും പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇത്രയധികം പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം? നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇത് രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ടല്ലേ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. സത്യസന്ധമായും അതുപോലെ ആത്മാർത്ഥമായിട്ട് ഈ പ്രശ്നത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പത്രലേഖന്മാർ തയ്യാറാക്കേണ്ടത്. നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ചല്ലേ ആക്രമിച്ചിരിക്കുന്നത്? ഒരു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ പ്രശ്നമാണ് അത്. പക്ഷേ മുതിർന്ന നേതാക്കളടക്കം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് കൂടെ പോയിട്ടുണ്ട്. അല്ല, വിദ്യാർത്ഥി അത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങൾക്ക് അവിടെ ചെയർമാൻഷിപ്പ് കിട്ടിയിരുന്നില്ല. അത് കിട്ടുമ്പോൾ ആഹ്ലാദ പ്രകടനം ഉണ്ടാകുമല്ലോ. അതുമായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ ഹർത്താൽ അവിടെ പ്രഖ്യാപിച്ചത്. ആ ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു പ്രാദേശിക നേതാവിനെതിരായിട്ട് കയ്യേറ്റം നടത്തിയെന്ന ദുരാരോപണം, അടിസ്ഥാനരഹിതമായ സത്യവിരുദ്ധമായിട്ട് ആരോപണമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നത്. അടിച്ചമർത്താമെന്ന് അവർ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇത് മാത്രമേ എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഷാഫിയുടെ പോപ്പുലാരിറ്റി, ജനസമ്മതി അത് അവരെ ഭയപ്പെടുന്നു. അതാണല്ലോ വടകരയിൽ ആക്രമിച്ചത്. അതാണല്ലോ ഈ പേരാമ്പ്രയിൽ തന്നെ അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാനുള്ള കാരണം. ഇതൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല. അത് CPM-ന്റെ ഗൂഢാലോചനയാണ്, കൃത്യമാണ്. അവർ പറഞ്ഞ സത്യമാണ്. CPM നടത്തിയിരിക്കുന്ന ഉന്നത തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് അത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് മുതിർന്ന നേതാക്കന്മാരൊക്കെ ഷാഫിയെ കാണാനായി അങ്ങോട്ടേക്ക് എത്തുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ അദ്ദേഹത്തെ കണ്ട് പുറത്തിറങ്ങിയ ശേഷമുള്ള പ്രതികരണമാണ്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഇന്നലെ ഷാഫി ആയാലും പറഞ്ഞത് ഈ ചോര കൊണ്ടൊന്നും സ്വർണ്ണപ്പാളി വിവാദം അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണമോഷണം മറയ്ക്കാനാകില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസിന്റെ അതിക്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിന്റെ ഭാഗമായാണ് ഈ സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധമടക്കം, അല്ലേ? തീർച്ചയായും കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പ്രതിരോധത്തിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഷാഫി പറമ്പലിനെതിരെ അടക്കം ആരോപണങ്ങൾ ഉന്നയിച്ച് CPM മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം എത്തുന്നത്. എന്തായാലും അത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ തന്നെയാണ് UDF-ഉം BJP-യും ഒക്കെ തീരുമാനിച്ചത്. കാരണം നമുക്കറിയാം, ശബരിമലയിലെ സ്ത്രീ പ്രവേശന കാലത്തൊക്കെ വലിയ തിരിച്ചടി CPM-നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഭരണത്തിന്റെ അവസാന മാസങ്ങൾ എത്തുമ്പോൾ അയ്യപ്പ സംഘം അടക്കം നടത്തി ഈ ഹിന്ദുമത വിശ്വാസികൾക്കിടയിലെ വോട്ട് തിരിച്ചുപിടിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. പക്ഷേ അത് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഇമേജ് കളയാൻ കഴിഞ്ഞു എന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു. ഇതിനിടയിലാണ് ഇത്തരം അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ചില മുഖ്യമന്ത്രിയുടെ മകന് 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസിന് മറുപടി നൽകിയോ അദ്ദേഹം എൻഫോഴ്സിന് മുമ്പാകെ ഹാജരാകുകയോ ചെയ്യാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ആ വിഷയത്തിലെ പ്രതിഷേധം എന്നതിനപ്പുറം ഷാഫി പറമ്പിൽ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉയരുമ്പോഴും ഈ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി മാറ്റിയതും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് കൊടുത്തത് അടക്കമുള്ള കാര്യങ്ങളും ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്തായാലും ഈ പ്രതിഷേധങ്ങളെ ഈ പ്രക്ഷോഭങ്ങളെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ഘടകമായി ഷാഫി പറമ്പിലിനെതിരായ അതിക്രമം മാറുകയും ചെയ്യും. എന്തായാലും ഷാഫി പറമ്പിലിനെ കാണാനായി കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം നടക്കാവിലെ IG ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തുന്നുണ്ട്. ഉച്ചതിരിഞ്ഞ് കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ അടക്കം പങ്കെടുക്കുന്ന വിപുലമായ UDF പ്രതിഷേധ സംഗമവും ചേരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രാവിലെ തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിക്കും. ബാലുശ്ശേരിയിലും താമരശ്ശേരിയിലും വടകരയിലുമൊക്കെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിലേക്ക് മാർച്ച് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ ഉള്ളത്. ഇന്നലെ ഈ ഷാഫി പറമ്പിലിന് അക്രമം ഏറ്റ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രവർത്തകർ ഇവിടേക്ക് സംഗമിക്കുകയും പുലർച്ചെ വരെ നീളുന്ന പ്രതിഷേധ പരിപാടികൾ അവർ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന്റെ ഒരു തുടർച്ച ഇവിടെ നടക്കും. അതിന്റെ ഒരു തുടർച്ചയായ പ്രക്ഷോഭങ്ങൾ നടക്കും. പ്രക്ഷോഭ പരമ്പരകളുടെ ഒരു തുടക്കം തന്നെയാണ് ഇന്നലെ നടന്നത്. ശരി അനീഷ്, അതാണ് സംസ്ഥാന വ്യാപകമായ ആ പ്രതിഷേധം
പ്രതിഷേധത്തിലാണ് കോൺഗ്രസുകാരുള്ളത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ തൃശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഷാഫി പറമ്പലിനെതിരായ പോലീസ് നടപടിയിലായിരുന്നു അവരുടെ പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ചെയ്യണ്ടേ? ചായ കുടിക്കാൻ വന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ. തൃശൂരിൽ നിന്നുള്ള പ്രതിഷേധം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഇന്നലത്തെ പേരാമ്പ്രയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. പലയിടത്തും പ്രതിഷേധം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തൃശൂരിൽ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷാഫിക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധം അർദ്ധരാത്രി വരെ നീണ്ടു. കോഴിക്കോടും തിരുവനന്തപുരത്തും മാർച്ചിനിടെ സംഘർഷമുണ്ടായി. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് CPM UDF പ്രകടനത്തിലേക്കും പിന്നീട് സംഘർഷത്തിലേക്കും നയിച്ചത്. ഡിവൈഎസ്പി അടക്കം പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ SFI KSU പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. KSU പ്രവർത്തകരെ പിന്നീട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റി. ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിനിടെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ ഇന്ന് സന്നിധാനത്തെത്തും. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാലക പാളികളും ജസ്റ്റിസ് KT ശങ്കരൻ പരിശോധിക്കും. അതേസമയം സ്വർണ്ണ മോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുമെന്നാണ് അറിയുന്നത്. ഇവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് വൈകാതെ അന്വേഷണ സംഘം കടക്കും. വിവരങ്ങളുമായി ശശി നാരായണനാണ് ചേരുന്നത്. ശശി, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. ശബരിമലയിൽ ഇത്തരത്തിൽ അവിടെ എത്തുന്ന സ്വർണത്തിനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കുമൊന്നും ഒരു കണക്കില്ലേ എന്ന പൊതുജനങ്ങളുടെ വലിയ ചോദ്യത്തിനൊരു മറുപടി ആയിരിക്കുമോ ഇന്ന് അവിടെ എത്തി കണക്കെടുക്കുന്ന ആ ഒരു ഘട്ടം എന്നുള്ളത്? എപ്പോഴാണ് അദ്ദേഹം അവിടെ എത്തുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് അശ്വതി. തീർച്ചയായും അശ്വതി പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം ഈ വലിയ വിവാദം, സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ ഏതായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് കണക്കെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാനമായും ഈ സ്വർണ്ണപ്പാളി കഴിഞ്ഞ ഓണ സമയത്ത് കൊണ്ടുപോയ ദ്വാരപാലകരുടെ സ്വർണത്തിലുണ്ടായ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കണക്കുകളൊക്കെ പ്രധാനമായും തുടങ്ങുക. കാരണം അതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഓരോ കാര്യങ്ങളും രേഖകളിൽ പ്രശ്നം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ മകസരി പ്രശ്നം ഉണ്ടാകുന്നു. അതെല്ലാം കണ്ടെത്തുന്നു. അത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നിലവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് കൃത്യമായ ഒരു കണക്കെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ജസ്റ്റിസ് KT ശങ്കരൻ എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് അദ്ദേഹം പമ്പയിലെത്തിയത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹം സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ 2 ദിവസം ഇന്നും നാളെയും അത് സംബന്ധിച്ചുള്ള പരിശോധനകളും കണക്കെടുപ്പും ഒക്കെ പൂർത്തിയാക്കും. സ്ട്രോങ് റൂമാണ് പ്രധാനമായും പരിശോധിക്കുക. എന്നിട്ട് ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ടുള്ള കുറവ് വന്നിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം എത്തിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ അതിനുശേഷമായിരിക്കും ഇന്നും നാളെയും അവിടെ പരിശോധന നടത്തിയ ശേഷം നാളെ ആയിരിക്കും അദ്ദേഹം ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ എത്തി ഈ തിരുവാഭരണങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഉള്ള ദേവന് കിട്ടിയിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ, രേഖകളെല്ലാം പരിശോധിക്കാൻ അദ്ദേഹം നാളെ ആറന്മുള ക്ഷേത്രത്തിലുള്ള സ്ട്രോങ് റൂമിലെത്തി പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുക. എന്തായാലും കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ സംബന്ധിച്ചുള്ള സമരങ്ങൾ നടക്കുന്നു. സർക്കാരിന് തന്നെ വലിയ പ്രതിഷേധിക്ക്, ദേവസ്വം ബോർഡ് പ്രതിഷേധിക്ക് മങ്ങലേറ്റ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കോടതിയെ സംബന്ധിച്ചും ഈ കേസ് കൃത്യമായി
ദേവസ്വം ബോർഡ് ബെഞ്ചിനെ സംബന്ധിച്ചൊക്കെ ഈ പറയുന്നത് കൃത്യമായി ഇത് ആളുകളുടെ ഭക്തരുടെ പരാതി, അവരുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ്. അതിന് ഒരു അന്വേഷണം നൽകി തന്നെയാണ് തീർച്ചയായും ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇപ്പോൾ. അതാണ് ശശി, ഈ ഇത്തരത്തിൽ ഈ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്ന് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അതൊരു ഒരു പ്രോസസ്സ് വളരെ സങ്കീർണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വർഷങ്ങളായുള്ള കണക്ക് അത് രജിസ്റ്ററിലേക്ക് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നോക്കണം, സ്ട്രോങ് റൂമിലുള്ള കാര്യങ്ങൾ നോക്കണം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു വിശദമായ പരിശോധന തന്നെയല്ലേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? അശ്വതി, തീർച്ചയായും അത് തന്നെയാണ്, വിശദമായ ഒരു പരിശോധന തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനിയും ഈ ഒരുപക്ഷെ ഈ മഹസറിലും ഈ രേഖകളിലും ഒക്കെ വീഴ്ചകൾ കണ്ടത്. ഇനി ഇതല്ലാതെ നമ്മൾ ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന രഹസ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും വീഴ്ചകൾ ഉദ്യോഗസ്ഥലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി പരിശോധന ഉണ്ടാകും. അത് മുൻകാല രജിസ്റ്ററുകളൊക്കെ പരിശോധിച്ചെങ്കിൽ മാത്രമേ എന്തെല്ലാം തരത്തിലുള്ള വീഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ സ്വർണ്ണപ്പാളിയുടെ കുറവല്ലാതെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിൽ കൂടി മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അതുകൊണ്ടാണ് വിശദമായ ഒരു പരിശോധന സ്ട്രോങ് റൂമിന് ശബരിമലയിലും ഒപ്പം ആറന്മുള സ്ട്രോങ് റൂമിലും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വലിയ വിവാദമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിശദമായ രീതിയിൽ ഒരു കോടതിയുടെ ഒരു നിരീക്ഷണത്തോടു കൂടി ഇത് പരിശോധന നടത്തുന്നത്. എന്തായാലും ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നമ്മൾ ആദ്യഘട്ടത്തിൽ ദ്വാരപാലകളുടെ സ്വർണം ഇവിടുന്ന് അനുമതിയില്ലാതെ കൊണ്ടുപോയി എന്ന് മാത്രമാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. പിന്നീട് അന്വേഷണത്തിലാണ് ഇത്തരം വലിയ വലിയ വിവാദങ്ങളിലേക്ക് ഈ സ്വർണം കൊണ്ടുപോയി ബന്ധപ്പെട്ട സ്വർണത്തിൽ കുറവ് വരുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധനയും കണക്കെടുപ്പും ശബരിമല കിട്ടിയിട്ടുള്ള ദേവന് കിട്ടിയിട്ടുള്ള സ്വർണ്ണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കെടുപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ രേഖകൾ, രജിസ്റ്ററുകൾ, മഹസറുകൾ ഇതെല്ലാം കൃത്യമായി ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കും. ഈ ശബരിമലയിൽ കൂടാതെ ആറന്മുളയിൽ എത്തിയതിനു ശേഷം അവിടെയും ഉള്ള ഈ നാൾവഴി രജിസ്റ്ററുകളൊക്കെ പരിശോധിച്ചായിരിക്കും റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുക. ശരി ശശി, നമുക്കൊപ്പം ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ സ്വർണ്ണമോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഈ മുരാരി ബാബുവും ഉൾപ്പെടെ 9 പേർക്കെതിരെ ആണ്, അല്ലെങ്കിൽ അവരെ പ്രതി ചേർത്തേക്കുമെന്നാണല്ലോ അറിയുന്നത്. നേരത്തെ ശശിനാരായണൻ പറഞ്ഞതുപോലെ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയതെങ്കിലും പിന്നീട് തുടരെ നിരവധി വസ്തുക്കൾ കാണാനില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ അഴിമതി അവിടെ ശബരിമലയിൽ നടക്കുന്നു എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നിരുന്നു. ഈ കേസ് ഇപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുന്നത് ഏത് കേസായിരിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുക? അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏത് കേസായിരിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുക എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു സൂചന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ സമഗ്രമായി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഏത് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ FIR രജിസ്റ്റർ ചെയ്യുമെന്നായിരുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയ ദേവസ്വം മന്ത്രി അടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചത്. പക്ഷേ ഇന്നലെ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഇന്ന് തന്നെ ഏറ്റവും വേഗത്തിൽ ആ നടപടികൾ പൂർത്തിയാക്കാനാണ് സാധ്യത. FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ വിവാദ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ മുരാരി ബാബു ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥർ, അതായത് ദേവസ്വം ബോർഡിലെ മുൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ള 9 ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതികളാകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സ്വർണ്ണപ്പാളി തട്ടിപ്പ് അവിടെ നടന്നിരിക്കുന്നത്. 474 ഗ്രാം സ്വർണം അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പത്തിൽ പൂശാനുള്ള സ്വർണം അത് ഉരുക്കിയെടുത്ത് ഈ 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരം. അത് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലും തുടരന്വേഷണവും നടത്തുക. നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് ഈ തട്ടിപ്പിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ആ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം കൃത്യമായ നടപടി ഉണ്ടാകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. എന്തായാലും FIR ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യും. അങ്ങനെയെങ്കിൽ അന്വേഷണവും വേഗത്തിൽ തന്നെ ആരംഭിക്കാനാണ് സാധ്യത. പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ES ശശിധരനാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ADGP H. വെങ്കടേഷ് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ സമഗ്രമായി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഏത് കേസിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യണം, ഏത് പരാതിയിൽ ഏത് ആരോപണത്തിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ശരി, ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്.
ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകർ അറസ്റ്റിൽ. മുഖ്യമന്ത്രി താമസിച്ചിരുന്ന തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിലേക്കാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം വൃത്തിഹീനമായി ഉണ്ടാക്കുന്നത് കണ്ടെത്തിയതിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന്. കരിപ്രസാദം കണ്ടെത്തിയ ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിലടക്കം പരിശോധനയുണ്ടാകും. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് വിനീഷാണ് ചേരുന്നത്. വിനീഷ്, ഗുഡ് മോർണിംഗ്. ഈ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം വളരെ പ്രസിദ്ധമാണ്. അതിലിപ്പോൾ എന്താണ് പരാതി ലഭിച്ചിട്ടുള്ളത്? ഏത് രീതിയിലാണ് അന്വേഷണം? അശ്വതി, കഴിഞ്ഞ ദിവസമായിരുന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ ഒരു വീട്ടിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഈ കരിപ്രസാദം നിർമ്മിക്കുന്നത് ഭക്തർ കണ്ടെത്തിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇത് വഴിവെച്ചത്. ഹിന്ദു ഐക്യവേദി അതുപോലെ തന്നെ BJP പ്രവർത്തകരടക്കം സംഭവ സ്ഥലത്തെത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പിന്നീടാണ് ദേവസ്വം അധികൃതർ സ്ഥലത്തെത്തുകയും പോലീസുമായി ചേർന്ന് ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തത്. വൃത്തിഹീനമായ രീതിയിൽ അവിടെ ഈ കരിപ്രസാദം നിർമ്മിച്ചു. അതുപോലെ തന്നെ ഭക്തർക്ക് നൽകാനായിട്ട് വാട്ടിയ ഇലയിൽ ഈ കരിപ്രസാദവും ചന്ദനവും ഭസ്മവും ഇങ്ങനെ കൊടുക്കാനായി തന്നെ, അതായത് ഭക്തർക്ക് നൽകാനായി തന്നെ എല്ലാം സ്വരുക്കൂട്ടി വെച്ചിരുന്നതായിട്ട് കണ്ടെത്തി. പക്ഷേ ഈ നമുക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകാൻ കഴിയും, ഈ കരിപ്രസാദം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും കിട്ടേണ്ടതാണ്. ഗണപതി ഹോമത്തിന് ശേഷം ഈ നാളികേരത്തിൽ നിന്നും എടുക്കുന്ന കരിയാണ് ഇത്. ഈ നെയ്യുമായി കലർത്തി ചേർത്ത് തിരുമേനിമാർ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നതും നൽകിക്കൊണ്ടിരിക്കുന്നതും. ഇങ്ങനെ ഭക്ത്യാദരപൂർവ്വം വാങ്ങുന്ന ഈ ഒരു പ്രസാദമാണ് വൃത്തിഹീനമായ രീതിയിൽ ഈ ക്ഷേത്രത്തിന് സമീപത്തെ ഒരു വാടക വീട്ടിൽ ഇത്തരത്തിലുള്ള നിർമ്മാണം നടത്തിയതായി കണ്ടെത്തിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഭക്തരെ സംബന്ധിച്ച് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ്. അവർക്ക് വലിയ രീതിയിലുള്ള മാനസികമായ വിഷമത്തിലേക്കും ഈ ഒരു സംഭവം മാറിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം അധികൃതർ സ്ഥലത്തെത്തുകയും കൃത്യമായി പരിശോധന നടത്തുകയും ചെയ്തു, പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ. എന്തായാലും വിജിലൻസിന് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ദേവസ്വം വിജിലൻസ് അധികൃതർ സ്ഥലത്തെത്തുകയും സംഭവ സ്ഥലത്തെത്തുകയും വിശദമായിട്ട് പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്യും. എന്തായാലും ഇത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നത്. ശരി വിനീഷ്. കാസർഗോഡ് തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ കാണാതായ സ്വർണം ഇനിയും വീണ്ടെടുക്കാനായിട്ടില്ല. ദേവസ്വം ഓഡിറ്റിൽ സ്വർണ്ണാഭരണം മോഷണം പോയതായി റിപ്പോർട്ടുണ്ടെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ക്ഷേത്രങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന ആവശ്യവുമായി BJP രംഗത്ത് വന്നു. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ നിന്ന് 13 വർഷം മുൻപ് കാണാതായ സ്വർണം ഇനിയും വീണ്ടെടുക്കാനായിട്ടില്ല. ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ച സ്വർണമാണ് കാണാതായത്. ആഭരണം ലഭിച്ചതായി ദേവസ്വം രജിസ്റ്ററിലുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറും മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന TM സത്യനാരായണന് നേരെയാണ് ഗുരുതര ആരോപണമുയരുന്നത്. 14.670 ഗ്രാം സ്വർണം കാണാനില്ലെന്ന് 2011-12 സംസ്ഥാന ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇടത് യൂണിയൻ അംഗമായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലത്ത് സംഭവം നടന്നതിനാലാണ് നടപടി ഉണ്ടാകാത്തതെന്നും ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുകയാണെന്നും BJP കോഴിക്കോട് മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് ആരോപിച്ചു. ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ മാത്രമാണ്. ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ദേവസ്വം വിങ്ങിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇത് പുറത്തു വന്നിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ മലബാർ ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ ഫണ്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വിടാൻ, പരസ്യപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് ഭക്തജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം കാത്തുസൂക്ഷിക്കാനും അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ഭരണം സുതാര്യത വരുത്താനും ഈ കട്ട് കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കാനും ഇത് ആവശ്യമാണെന്ന് ഞങ്ങൾ കരുതുകയാണ്.
സ്വർണത്തിന്റെ വിപണി വില സത്യനാരായണൻ അടയ്ക്കണമെന്നായിരുന്നു ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശം. ഇതിനിടെ ക്ഷേത്രത്തിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ മറ്റു ക്ഷേത്രങ്ങളിലും അഴിമതി നടത്തിയതായ ആരോപണത്തിൽ മലബാർ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. തളിപ്പറമ്പ് തീപിടുത്തത്തിൽ 5 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് RDOയുടെ റിപ്പോർട്ട്. 32 കടയുടമകളെ തീപിടുത്തം ബാധിച്ചു. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഷാലിമാർ സ്റ്റോഴ്സിനാണെന്നും RDOയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കെട്ടിടങ്ങൾക്കുണ്ടായ നഷ്ടം കണക്കാക്കാനായി തളിപ്പറമ്പ് നഗരസഭയെ ചുമതലപ്പെടുത്തി. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സഹകരണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ അഫ്ഗാനും ഇന്ത്യയും ശ്രമിക്കുന്നുവെന്ന് സൈനിക വക്താവ് മേജർ ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി ഇസ്ലാമാബാദിൽ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം അഫ്ഗാനികളുടെ ധൈര്യം പരീക്ഷിക്കരുതെന്ന് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബീഹാറിലേക്ക് പോകാം. ബീഹാറിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. NDAയുടെ സീറ്റ് വിഭജന പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കൂടുമാറ്റവും തുടരുകയാണ്. രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ വിവരങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഗുഡ് മോർണിംഗ്. ബീഹാറിലേക്ക് എത്തുമ്പോൾ ചിത്രം തെളിയാൻ ഇനിയും സമയമെടുക്കുമെന്നാണോ കരുതേണ്ടത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. കാരണം ഇനി 6 ദിവസം മാത്രമാണ് ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിന് ബാക്കിയുള്ളത്. 121 മണ്ഡലങ്ങളിലേക്ക് 17-ാം തീയതി വരെയാണ് സമയം ബാക്കിയുള്ളത്. സ്വാഭാവികമായും എത്രയും വേഗം ഈ ചർച്ചകൾ പൂർത്തീകരിക്കണം, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. ഏതായാലും NDA നേതാക്കൾ, പ്രത്യേകിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ചർച്ചകൾ പൂർത്തിയായി, ഇന്നോ നാളെയോ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം എന്ന പ്രതികരണമാണ് ഇന്നലെ രാത്രി അദ്ദേഹം നടത്തിയത്. നിലവിൽ NDAയിലെ ധാരണ JDU 102 സീറ്റ്, BJP 101 സീറ്റ്. നേരത്തെ ഈ തർക്കം ഉണ്ടായിരുന്ന 2 പാർട്ടികളാണ്. ഒന്ന് ചിരാഗ് പാസ്വാൻ LJP 45 സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അതിപ്പോൾ 25 മുതൽ 26 സീറ്റ് വരെ ചിരാഗിന് നൽകാം എന്ന തീരുമാനത്തിലേക്കാണ് JDUവും BJPയും എത്തിയിട്ടുള്ളത്. ജിതൻ റാം മാഞ്ചി മുൻ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ HIM ആവശ്യപ്പെട്ടിരുന്നത് 15 സീറ്റാണ്. അവർക്ക് 7 മുതൽ 8 വരെ സീറ്റ് നൽകും. ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 6 മുതൽ 7 വരെ സീറ്റുകളാണ്. ഇതാണ് ഇപ്പോൾ NDAയിൽ ധാരണ എത്തിയിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നോ നാളെയോ പ്രതീക്ഷിക്കാം. മറുവശത്ത് മഹാസഖ്യത്തിലും ഒരു തീരുമാനത്തിലേക്ക്, പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെ അവർ വന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മുകേഷ് സാഹ്നിയുടെ VIP അവർ 40 സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അത് അംഗീകരിക്കാൻ ഏതായാലും RJD തയ്യാറായിട്ടില്ല. RJD ഇപ്പോൾ നിലവിൽ അവർക്ക് മുമ്പിൽ ഓഫർ വെച്ചിട്ടുള്ളത് 20 സീറ്റുകൾ നൽകാമെന്നാണ്. നേരത്തെ കഴിഞ്ഞ തവണ ഈ VIP എന്ന് പറയുന്ന പാർട്ടിയാണ് അവസാന നിമിഷം സീറ്റ് നിർണയ ചർച്ചയിൽ മഹാസഖ്യം വിട്ടുപോവുകയും NDAക്കൊപ്പം ചേർന്ന് മത്സരിക്കുകയും 4 സീറ്റ് ജയിക്കുകയും ചെയ്തു. അവർ വിജയിച്ച 4 സീറ്റുകൾ അന്തിമ ഫലത്തിൽ നിർണായകമാവുകയും ചെയ്തു. കാരണം 15 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് അന്ന് ഭരണം മഹാസഖ്യത്തിന് നഷ്ടമായത്. അപ്പോൾ സ്വാഭാവികമായും അവരെ പിണക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ RJDയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇടതു പാർട്ടികളടക്കം സ്ഥാനാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതായത് സിറ്റിംഗ് സീറ്റുകളിലെ പത്രിക സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും BJP കൂടി ഇപ്പോൾ അന്തിമ പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഡൽഹിയിൽ നിർണായക യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ JP നഡ്ഡയുടെ സാന്നിധ്യത്തിലാണ് ഈ യോഗം നടക്കുന്നത്. സംസ്ഥാനത്തെ നേതാക്കൾ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷം പാർലമെന്ററി ബോർഡ് ചേർന്നുകൊണ്ട് BJPയുടെ പട്ടികയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്യും. ഇന്നോ നാളെയോ അതും പ്രതീക്ഷിക്കാം. അശ്വതി, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.
വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ തെക്കൻ മേഖലയിൽ നിന്ന് 10,000-കണക്കിന് പലസ്തീനികൾ ഗാസ സിറ്റിയിലേക്ക് മടങ്ങി വരികയാണ്. ബന്ദികളെ കൈമാറാൻ ഹമാസിനുള്ള 72 മണിക്കൂർ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഇസ്രയേലിൽ എത്തുമെന്ന വിവരങ്ങളുമുണ്ട്. Well, he wanted it. It's been a long time. He's been fighting a long time. He's been fighting hard. He wanted it. It's a great deal for Israel, but it's a great deal for everybody, for Arabs, for Muslims, for everybody, for the world. And as you know, on Monday the hostages come back. They're getting them now. I mean, they're getting them now. They're in some pretty rough places under earth. They're in some pretty rough places where only a few people know where they are in some cases. So they're getting them, and they're also getting the bodies, approximately 28 bodies. And some of those bodies are being unearthed right now as we speak. I mean, they're working on it right now as we speak. It's a tragedy. It's a tragedy. No, he was very happy with it. And I can tell you that I saw Israel dancing in the streets, but they were dancing in Qatar and Saudi Arabia and UAE and many, many countries. I saw Egypt. They were dancing. I'll be going to Israel. I'll be speaking at the Knesset, I think, early on. And then I'm also going to Egypt. They were terrific. But all of the countries were great. Indonesia was great. Jordan was great. They were all great. Everybody wants this deal to happen. MG മിഥുൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ മനോഹരമായ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് പലായനം ചെയ്ത ആളുകൾ അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ചയാണ്. പലസ്തീനികൾ ഗസ സിറ്റിയിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ആദ്യം ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ് അവിടെ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങളാണ് ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മറ്റു അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ കരാറിൽ ഏർപ്പെടുകയും പിന്നീട് അത് ഇസ്രയേലും ഹമാസും ഒക്കെ ലംഘിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം അതല്ല. ഗാസയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുകയും ചെയ്ത് അത് വിജയകരമായി ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിന് മുമ്പ് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബന്ദിക്കായി മാറ്റം അത് തിങ്കളാഴ്ച തന്നെ നടക്കുമെന്നുള്ളതാണ്. പക്ഷേ അത് എവിടെ വെച്ച് നടക്കും, അല്ലെങ്കിൽ എപ്പോഴാണ് സമയം എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഇസ്രായേൽ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് തിങ്കളാഴ്ച എത്തുമെന്നുള്ളത് കൂടിയാണ്. ഈജിപ്റ്റ് സന്ദർശിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി നമുക്കിനി ഒരു വൈറ്റ് ഹൗസ് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗാസയിലേക്ക് അന്ന് പലായനം ചെയ്തു പോയ ജീവൻ വേദനയും ഒക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവരൊക്കെ തിരികെ ഗാസ സിറ്റിയിലേക്ക് മടങ്ങി വരുന്ന വിവരങ്ങൾ കൂടി, അത്തരത്തിലുള്ള സുപ്രധാന വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അശ്വതി, മറ്റൊന്ന്, നമുക്കറിയാം നേരത്തെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. 67,000-ലധികം പേരായിരുന്നു ഈ 2 വർഷത്തെ രക്തച്ചൊരിച്ചിലിൽ ജീവിതം നഷ്ടമാവുകയും ചെയ്ത് അവരുടെയൊക്കെ ഉറ്റവരും ഉടയവരും ഒക്കെ പലരും ഇപ്പോഴും ഗാസ സിറ്റിയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ്. പക്ഷേ ഇനിയും ഇപ്പോൾ UN ഒക്കെ ഒരു കണക്കുകൾ അനുസരിച്ച് നമുക്ക് വ്യക്തമാകുന്നത് ഏകദേശം 17,000-ലധികം പിഞ്ചു കുട്ടികൾ അനാഥരായിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ അതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇനി ഉണ്ടാകണമെന്നുള്ളതാണ്. നിലവിൽ ആദ്യഘട്ടം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഗാസ പഴയ രീതിയിലേക്ക് ആക്കാൻ ഏകദേശം 15 വർഷത്തോളം സമയം വേണ്ടിവരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പൂർണ്ണമായും ഒരു 90% കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം വഴിവെക്കുകയും ചെയ്യുന്നു. പലരുടെയും വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഹോസ്പിറ്റലുകളും മറ്റ് കേന്ദ്രങ്ങൾ, അതായത് ലൈബ്രറി അങ്ങനെ അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളടക്കം ഈ ഒരു ബോംബിങ്ങിലൂടെ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയൊക്കെ പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ 3ാം ഘട്ടത്തിലാണ് നടക്കുന്നത്. മൊത്തം ഈ പദ്ധതി പ്രകാരം 4 ഘട്ടങ്ങളിലായാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. 2ാം ഘട്ടമാണ് അതിലേറ്റവും നിർണായകമായിട്ടുള്ളത്. അതാണ് ഹമാസിന്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. അത് ഇനി എപ്പോൾ നടക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വളരെ വിജയകരമായി തന്നെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് അത് നടപ്പിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ബന്ദിക്കൈ മാറ്റം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയും ചെയ്യും. ശരി മിഥുൻ. US-ൽ സ്ഫോടക വസ്തു നിർമ്മാണ പ്ലാന്റിൽ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ ഒട്ടേറെ പേർ മരിച്ചെന്ന റിപ്പോർട്ട്. നിരവധി പേരെ കാണാനില്ല. ടെന്നസിയിലെ ഹിക്മാൻ കൗണ്ടിയിലെ
അക്യുറേറ്റ് എനർജറ്റിക് സിസ്റ്റത്തിലാണ് സ്ഫോടനമുണ്ടായത്. പ്ലാന്റിന് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിവാക്കി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ശിവഗിരി മഠത്തിലെ പോലീസ് നടപടിക്ക് 30 ആണ്ട്. 1995 ഒക്ടോബർ 11 പുലർച്ചെയായിരുന്നു സ്വാമിമാർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശിവഗിരിയിൽ പോലീസ് കയറിയത്. ഹൈക്കോടതി വിധി നടപ്പാക്കാനായിരുന്നു പോലീസിന്റെ ഇടപെടൽ. വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 11 ശിവഗിരി ഞെട്ടി ഉണർന്നത് പോലീസ് ബൂട്ടിന്റെ ശബ്ദം കേട്ടാണ്. ശിവഗിരി കുന്നു കയറിയെത്തിയ പോലീസുകാർ സ്വാമിമാർ ഉൾപ്പെടെയുള്ള ശ്രീനാരായണ ഭക്തരെ വളഞ്ഞിട്ടടിച്ചു. സ്വാമിമാരുടെ സഹായത്തിനെന്ന പേരിൽ കയറിക്കൂടിയവരും യുവജനവേദി പ്രവർത്തകരും പോലീസിനെയും ആക്രമിച്ചു. ലോകത്തിന് സമാധാന സന്ദേശം പകർന്ന ഗുരുവിന്റെ സമാധി സ്ഥലം അങ്ങനെ കലാപഭൂമിയായി. മുഖ്യമന്ത്രി എ കെ ആന്റണിക്കെതിരെ വലിയ വിമർശനമുയർന്നു. എതിർപക്ഷത്തു നിന്ന് മാത്രമായിരുന്നില്ല വിമർശനങ്ങൾ. കോൺഗ്രസിനുള്ളിലും ആന്റണിക്കെതിരെ പടയൊരുക്കം തുടങ്ങി. ശിവഗിരിയിലെ സ്വാമിമാർ തമ്മിലുള്ള അധികാര തർക്കങ്ങളും തമ്മിലടിയുമായിരുന്നു പോലീസ് നടപടിയിൽ കലാശിച്ചത്. അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് UDF ആയിരുന്നു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ തകർച്ചയുണ്ടായി. അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആന്റണി സർക്കാരിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നതായിരുന്നില്ല കമ്മീഷൻ റിപ്പോർട്ട്. എങ്കിലും സർക്കാരിനെതിരെയും പരാമർശങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വേദനയുണ്ടാക്കിയ സംഭവങ്ങളിലൊന്നായാണ് ശിവഗിരിയിലെ പോലീസ് നടപടിയെ എ കെ ആന്റണി അടുത്തിടെ വിശേഷിപ്പിച്ചത്. ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയ ഒരു കാര്യം നടന്നു. ശിവഗിരിയിൽ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റ് ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. ആന്റണിയുടെ പരാമർശത്തോടെയാണ് ശിവഗിരിയിലെ പോലീസ് നടപടി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. സർക്കാർ നടപടിയെ ന്യായീകരിച്ചും എതിർത്തും പ്രതികരണങ്ങൾ വന്നു. 90കളിലേതിന് സമാനമായി ശിവഗിരിയിലെ സ്വാമിമാരിൽ നിന്നും വേറിട്ട ശബ്ദങ്ങൾ ഇപ്പോഴും ഉയർന്നു. 3 പതിറ്റാണ്ടിനിപ്പുറവും ശിവഗിരിയിൽ മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെന്ന് വ്യക്തം.
ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെതിരെ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 5 സൊസൈറ്റികളോട് രേഖകൾ ഹാജരാക്കാൻ ഇഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് വലിയ തോതിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുവെന്നും ഇത് RBI ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് നടപടി. നിക്ഷേപത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ഇഡി പരിശോധിക്കും. സമീപകാലത്ത് കേരളത്തിൽ നിരവധി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് പ്രവർത്തനം ആരംഭിച്ചത്. RBI ചട്ടങ്ങൾ ലംഘിച്ച് 16 മുതൽ 20% വരെ പലിശ വാഗ്ദാനം ചെയ്ത് ഈ സ്ഥാപനങ്ങൾ നിക്ഷേപം സ്വീകരിക്കും. അങ്ങനെ ലക്ഷങ്ങളും കോടികളും നിക്ഷേപം ലഭിച്ച ശേഷം പിന്നീട് ചില സൊസൈറ്റികൾ നിക്ഷേപകരെ കബളിപ്പിച്ച് പണവുമായി മുങ്ങിയതായി പരാതി ലഭിച്ചതോടെയാണ് ED അന്വേഷണം ശക്തമാക്കിയത്. അതിന്റെ ഭാഗമായി നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 5 സൊസൈറ്റികളോട് രേഖകൾ ഹാജരാക്കാൻ ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോടും കോട്ടയത്തും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഭാരത് ലാഞ്ചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് സൊസൈറ്റി, പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വിന്നർ റോയൽ വർഷ ക്രെഡിറ്റ് ഹൌസിംഗ് സൊസൈറ്റി, ജീവൻ ജ്യോതി ക്രെഡിറ്റ് ഹൌസ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ സ്ഥാപനങ്ങൾക്കെതിരെ നിരവധി പരാതികൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് വലിയ തോതിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുവെന്നും ഇത് RBI ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാർ EDയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേഷൻ മന്ത്രാലയത്തിന് കീഴിലാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിന്റെ മറവിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് വിവരം. നിരവധി മലയാളികൾ വിവിധ സൊസൈറ്റികളിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ നിർണായക നീക്കം. സൊസൈറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട രേഖകൾ, പ്രാഥമിക അംഗത്വ ലിസ്റ്റ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വിശദാംശങ്ങൾ, കഴിഞ്ഞ 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ എന്നിവ ഹാജരാക്കണമെന്നാണ് ജനറൽ മാനേജർമാർക്ക് നിർദ്ദേശമുള്ളത്. ബാലൻസ് ഷീറ്റിന്റെ പകർപ്പും വായ്പയുടെ വിശദാംശങ്ങളും ED ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിക്ഷേപത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശമുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. ഈ സൊസൈറ്റികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് നടത്തിയെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. നേരത്തെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് തട്ടിപ്പ് സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചിരുന്നു. IBയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് EDയുടെ നടപടികൾ. ന്യൂസ് 18 കൊച്ചി. ഹാൽ സിനിമ സെൻസർ വിവാദത്തിൽ സെൻസർ ബോർഡിന്റെ ഇടപെടലിൽ ആശങ്കയുണ്ടെന്ന് ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ ന്യൂസ് 18നോട്. സെൻസർ ബോർഡിന്റേത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ബാലിശമായ ഇടപെടലാണ് ഉണ്ടാകുന്നതെന്നും സിബി മലയിൽ വിമർശിച്ചു. കേന്ദ്ര സെൻസർ ബോർഡിന്റെ കടുംവെട്ടിന് ഏറ്റവും ഒടുവിൽ ഇരയായിരിക്കുന്നത് മലയാളത്തിലെ ഷൈൻടികം നായകനായിട്ടുള്ള ഹാൽ എന്ന ചിത്രത്തിനാണ്. ഇത് മലയാളത്തിലെ സിനിമാ പ്രവർത്തകരടക്കം വലിയ പ്രതിഷേധം തന്നെയാണ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളോടൊപ്പം സംവിധായകനും ഫെഫ്ക പ്രസിഡന്റുമായ സിബി മലയിൽ ചേരുന്നുണ്ട്. സാർ, ഇത് ആദ്യത്തെ സംഭവമല്ല. എമ്പുരാനിൽ തുടങ്ങി, പിന്നീട് JSK നമ്മൾ കണ്ടു, ഹാല് വന്നു. ഈ സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള അനാവശ്യ ഇടപെടൽ എത്രമാത്രം ബുദ്ധിമുട്ടാണ് സിനിമാ പ്രവർത്തകർക്ക് ഉണ്ടാക്കുന്നത്? ഇത് ആവർത്തിച്ച് തന്നെ മലയാള സിനിമയിടയ്ക്കേറെയാണ് ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ വിലക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം അത് വളരെയധികം ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. കാരണം ഒരു ചലച്ചിത്ര പ്രവർത്തനം എന്ന നിലയിൽ നമ്മളെല്ലാവരെയും ഒരു ഭയപ്പാടോടുകൂടി ഇനി നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ട്. JSKയുടെ കാര്യത്തിൽ ആ സിനിമയുടെ പേരിനെക്കുറിച്ചായിരുന്നു, ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചായിരുന്നുവെങ്കിൽ എമ്പുരാനിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഹാലിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നത് ഇതിലുപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ ചില നാമങ്ങൾ, ബീഫ് ബിരിയാണി കഴിക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ എന്താണ് സംഘം കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നൊരു വാക്ക് മാറ്റണം, ഹോളി ഫാമിലി എന്ന് പറയുന്ന ബസ്സിൻ്റെ പേര് മാറ്റും. ഇതൊക്കെ ഇങ്ങനെ വളരെ ബാലിശമെന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വരും കാലങ്ങളിൽ ഒരു സിനിമ എന്ന് പറയുന്നൊരു കലയെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക എല്ലാവർക്കും, നിർമ്മാതാക്കൾക്കും
ക്രിയേറ്റീവ് മേഖലയിലുള്ള സംവിധായകർക്കായാലും മറ്റു ടെക്നീഷ്യന്മാർക്കെല്ലാം അത് വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിത്രം റിലീസാകാനിരുന്നതാണ്. അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയിൽ പോയി. ഇത് തന്നെയായിരുന്നു JSKക്ക് സംഭവിച്ചത്. ഇപ്പോൾ ഒരു സിനിമാ പ്രവർത്തകരിൽ അത്രയേറെ സ്വപ്നം കണ്ട് അത്രയേറെ കഠിനാധ്വാനം ചെയ്ത ഒരു സിനിമ ഇറക്കാൻ നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിലാണ് സെൻസറിന് അയക്കുന്നത്. അവരിങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ വീണ്ടും കോടതിയിൽ പോയി കാത്തിരുന്ന് ആ സിനിമയുടെ ഒരു ആയുസ് തന്നെ വീണ്ടും വീണ്ടും നീണ്ടുപോകുന്നത് വളരെ മാനസിക ബുദ്ധിമുട്ട് കൂടി ഉണ്ടാക്കുന്നതല്ലേ? ആണ്. ഒരു സിനിമ അതിൻ്റെ നിർമ്മാണഘട്ടം തുടങ്ങി അത് പൂർത്തീകരിച്ച് തിയേറ്ററിലെത്തുന്നവരെയുമുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ദീർഘനാളത്തെ കഠിന പരിശ്രമമാണ്. അതിന് പിന്നിൽ നൂറുകണക്കിന് ആളുകളുടെ പ്രയത്നമുണ്ട്, വലിയ രീതിയിലുള്ള പണം മുടക്കുണ്ട്, ഒരുപാട് ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ എഫേർട്സ് പല രീതിയിലുണ്ട്. ഭൗതികമായിട്ടുള്ള ഇടപെടലുകളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവസാനം തിയേറ്ററുകളിലേക്ക് എത്തി അത് പ്രേക്ഷകർ കണ്ട് അത് സ്വീകരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഈ റവന്യൂവിലൂടെ ആണ് ആ നിർമ്മാതാവിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ അനിശ്ചിതമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത്ത് ചേരും. നമസ്കാരം.